സ്വന്തം വീട് വിട്ട് ഒരുപാട് പ്രതീക്ഷകളോടെയാണ് ഒരു പെൺകുട്ടി വിവാഹശേഷം പുതിയൊരു കുടുംബത്തിന്റെ ഭാഗമാകുന്നത്. അവിടെയുള്ള വ്യത്യസ്തമായ ജീവിതശൈലികളും പെരുമാറ്റങ്ങളും ചിലപ്പോൾ തുടക്കത്തിൽ മുതൽ ചെറിയ അസ്വാരസ്യങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാക്കിയേക്കാം. എന്നാൽ അവ മനസ്സിൽ വെച്ച് അകലാൻ ശ്രമിക്കാതെ സ്നേഹത്തോടെയും പക്വതയോടെയും നമുക്ക് ആ സാഹചര്യങ്ങളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് നോക്കാം. അതിനുള്ള അഫർമേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഒരുമിച്ച് പറയാൻ പോകുന്നത്. എന്നോടൊപ്പം പറഞ്ഞു തുടങ്ങൂ. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ടു സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു.
എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ടു സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി
എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ട് സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ
എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ടു സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ
എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ടു സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്.
ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ടു സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ടു സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു.
എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ടു സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ
തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എൻ്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എൻ്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എൻ്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എൻ്റെ കുടുംബജീവിതത്തിലും പകർത്തി എൻ്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എൻ്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എൻ്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എൻ്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എൻ്റെ ഭർത്താവിനെ അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എൻ്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ട് സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛൻ്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എൻ്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല.
അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ട് സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും
എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ടു സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു.
എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തു നിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ട് സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തു നിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും
തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ട് തന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ടു സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ
എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ടു സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും
എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. എന്റെ ഭർത്താവിനും കുടുംബത്തിനുമൊത്ത് ജീവിതം ആസ്വദിക്കാൻ വന്ന ഞാൻ അതെല്ലാം മറന്ന് ഈ വീടിനെയും വീട്ടുകാരെയും കുറിച്ചുള്ള പരാതികളും പരിഭവങ്ങളും മനസ്സിൽ നിറയ്ക്കുമ്പോൾ എന്റെ സന്തോഷവും സമാധാനവുമാണ് ഇല്ലാതാകുന്നത് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. അതുകൊണ്ടുതന്നെ എല്ലാവരിലുമുള്ള നന്മകളെ കണ്ടെത്താൻ ഞാൻ ശീലിക്കുകയാണ്. പതിയെ ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെട്ടു തുടങ്ങുന്നു. എന്റെ അച്ഛനമ്മമാർ എന്നെ എത്രത്തോളം സ്നേഹിച്ചാണോ വളർത്തിയത്, അതുപോലെ തന്നെയാണ് എന്റെ ഭർത്താവിനെ അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും വളർത്തി വലുതാക്കിയത്. അതുകൊണ്ടുതന്നെ അവരെ എന്റെ സ്വന്തം മാതാപിതാക്കളായി കണ്ട് പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഞാൻ തയ്യാറാണ്. ഞാൻ അവരെ ആത്മാർത്ഥമായി സ്നേഹിക്കാനും പരിഗണിക്കാനും തുടങ്ങുമ്പോൾ അവരും എന്നെ സ്വന്തം മകളായി കണ്ട് സ്നേഹിക്കുന്നു. ഈ പരസ്പര സ്നേഹവും കരുതലും ഞങ്ങളുടെ കുടുംബത്തെ സ്വർഗതുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. എന്റെ ഭർത്താവിനെ സ്നേഹത്തോടെ വളർത്തി നല്ല വിദ്യാഭ്യാസം നൽകി ഇന്ന് സ്വന്തം നിലയിൽ നിൽക്കാൻ പ്രാപ്തനാക്കിയത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളാണെന്ന സത്യം ഞാൻ എപ്പോഴും നന്ദിയോടെ ഓർക്കുന്നു. അതുകൊണ്ടുതന്നെ ആ അച്ഛന്റെയും അമ്മയുടെയും ആവശ്യങ്ങൾ കണ്ടറിഞ്ഞു ചെയ്യാൻ തികഞ്ഞ സംതൃപ്തിയോടെയും സ്നേഹത്തോടെയും ഞാൻ എന്റെ ഭർത്താവിനൊപ്പം നിൽക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ നൽകുകയും ചെയ്യുന്നു. ഈ വീട്ടിലുള്ള എല്ലാവരുടെയും സ്വഭാവരീതികൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആകണമെന്ന് ഞാൻ വാശി പിടിക്കില്ല. അവരും അതുപോലെ എന്നിൽ നിന്നും പലതും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ടാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ പരസ്പര തിരിച്ചറിവ് ഞങ്ങളുടെ ബന്ധങ്ങളെ കൂടുതൽ മനോഹരമാക്കുന്നു. കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യാനും എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ ഈ ഒത്തുചേരലുകൾ കുടുംബത്തിലെ സ്നേഹവും സമാധാനവും ഇരട്ടിയാക്കുന്നു. എനിക്കിഷ്ടപ്പെടാത്ത എന്തെങ്കിലും സാഹചര്യങ്ങളോ സംസാരങ്ങളോ അവരുടെ ഭാഗത്തുനിന്നുമുണ്ടായാൽ അത് മനസ്സിൽ വെച്ച് ഞാൻ അവരോട് ഒരു അകൽച്ചയും കാണിക്കില്ല. മറിച്ച് തികഞ്ഞ ശാന്തതയോടും സ്നേഹത്തോടും കൂടി അതിനെപ്പറ്റി തുറന്നു സംസാരിക്കാനും തെറ്റിദ്ധാരണകൾ മാറ്റി അത് പരിഹരിക്കാനും ഞാൻ പൂർണ്ണ മനസ്സോടെ തയ്യാറാണ്. സങ്കടങ്ങളും ദേഷ്യവും ഉള്ളിൽ കൊണ്ടു നടക്കാതെ കാര്യങ്ങൾ അപ്പപ്പോൾ ശാന്തമായി സംസാരിച്ചു തീർക്കുന്നതുകൊണ്ടുതന്നെ എന്റെ മനസ്സ് എപ്പോഴും ശുദ്ധവും ഭാരമില്ലാത്തതുമാണ്. എന്റെ മാതാപിതാക്കൾക്കുള്ളതുപോലെ തന്നെ വർഷങ്ങളുടെ ശീലങ്ങൾ ഈ അച്ഛനും അമ്മയ്ക്കുമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്റെ മാതാപിതാക്കളുടെ ചില ശീലങ്ങളും രീതികളും എനിക്കിഷ്ടമല്ലാത്തതുപോലെ ഇവിടുത്തെ എല്ലാ രീതികളും എനിക്കിഷ്ടമായിക്കൊള്ളണമെന്നില്ല. എങ്കിലും ആ വ്യത്യാസങ്ങളെല്ലാം ഉൾക്കൊണ്ട് അവരെ ബഹുമാനിക്കാനും സമാധാനത്തോടെ മുന്നോട്ടു പോകാനും എനിക്ക് സാധിക്കുന്നുണ്ട്.
ഇടയ്ക്കെങ്കിലും അച്ഛനും അമ്മയ്ക്കും പുതിയ വസ്ത്രങ്ങൾ വാങ്ങി നൽകാനും എല്ലാവരും ഒരുമിച്ച് പുറത്തുപോയി ഭക്ഷണം കഴിക്കാനും കുടുംബസമേതം യാത്ര പോകാനും ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കും. ഭർത്താവിന്റെ വീട്ടിൽ അദ്ദേഹത്തിന്റെ മാതാപിതാക്കളോടൊപ്പം അവരുടെ മകളായി ജീവിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. അതിൽ നിന്നും എനിക്ക് കിട്ടുന്ന സുരക്ഷിതത്വവും സന്തോഷവും വളരെ വലുതാണ്. ഞാൻ എന്റെ ഭർത്താവിനും കുടുംബത്തിനും കൊടുക്കുന്ന സ്നേഹവും ബഹുമാനവും പരിഗണനയും 1000 ഇരട്ടിയായി എന്നിലേക്ക് തന്നെ തിരിച്ചുവരുന്നു. ഭർത്താവിന്റെ വീട്ടുകാരെക്കുറിച്ചുള്ള എല്ലാ വിഷമങ്ങളും മുൻവിധികളും തെറ്റിദ്ധാരണകളും ഞാൻ ഈ നിമിഷം പൂർണ്ണമായി മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നു. എല്ലാവരോടും സ്നേഹത്തോടെയും കരുതലോടെയും മാത്രം ഇടപഴകാൻ ഞാൻ പൂർണ്ണ മനസ്സോടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം എന്റെ ജീവിതത്തെ നല്ല രീതിയിൽ മാറ്റിമറിക്കുന്നു. എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന പല വീടുകളിലെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും കാരണം ഇത്തരം നല്ല ചിന്തകളും പക്വതയുമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ നല്ല അറിവുകളെല്ലാം എന്റെ കുടുംബജീവിതത്തിലും പകർത്തി എന്റെ വീടിനെ ഞാൻ എപ്പോഴും സന്തോഷം നിറഞ്ഞ ഒരു സ്വർഗമാക്കി നിലനിർത്തുന്നു. ഈ അഫർമേഷനുകൾ നിങ്ങൾക്ക് അല്പമെങ്കിലും ആശ്വാസം നൽകിയെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തൂ. സമാധാനം നിറഞ്ഞ ഒരു ജീവിതം ആശംസിക്കുന്നു. എല്ലാവർക്കും ആത്മാർത്ഥമായ നന്ദി.